ചില ആളുകളെ ആദ്യമായി കാണുമ്പോൾ തന്നെ നമുക്ക് അവരോട് ഒരു ഇഷ്ടം തോന്നും, അല്ലേ? അവർ എവിടെയായാലും എല്ലാവരും അവരെ പെട്ടെന്ന് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇത് യാദൃശ്ചികമായി സംഭവിക്കുന്നതല്ല, മറിച്ച് ആളുകളുടെ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കുന്ന ചില മനഃശാസ്ത്രപരമായ രഹസ്യങ്ങൾ അതിന് പിന്നിലുണ്ട്. ആരെയും പെട്ടെന്ന് നിങ്ങളിലേക്ക് ആകർഷിക്കാനും അവർക്ക് നിങ്ങളോട് ഇഷ്ടം തോന്നിയെന്ന് ഉറപ്പാക്കാനും സഹായിക്കുന്ന 4 ശക്തമായ വഴികളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. വീഡിയോ പൂർണ്ണമായി കാണുക. ഒന്നാമത്തെ തന്ത്രമാണ് സംസാരിക്കുമ്പോൾ അവരുടെ പേര് കൃത്യമായി ഉപയോഗിക്കുക എന്നത്. ഡെയിൽ കാർണിഗിയുടെ മനഃശാസ്ത്ര പഠനങ്ങൾ പ്രകാരം ഏതൊരു വ്യക്തിക്കും ഈ ലോകത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ശബ്ദം അവരുടെ സ്വന്തം പേരാണ്. സാധാരണ സംഭാഷണത്തിനിടയിൽ അല്ലയോ, ഹലോ, ഏയ് എന്നതിന് പകരം അവരുടെ പേര് ചേർത്ത് സംസാരിക്കുമ്പോൾ അത് അവരിൽ നിങ്ങളോട് പെട്ടെന്ന് ഒരു അടുപ്പവും മതിപ്പും ഉണ്ടാക്കാൻ സഹായിക്കും. രണ്ടാമത്തെ തന്ത്രമാണ് ബെൻ ഫ്രാങ്ക്ലിൻ പ്രഭാവം. ഒരാൾക്ക് നമ്മൾ ഒരു സഹായം ചെയ്തു കൊടുക്കുന്നതിനേക്കാൾ ഫലപ്രദമാണ് അവരോട് ഒരു ചെറിയ സഹായം ചോദിക്കുന്നത്. ഉദാഹരണത്തിന്, ഒരു ചെറിയ പേനയോ നോട്ട്ബുക്കോ താൽക്കാലികമായി ചോദിക്കുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിൽ നമുക്ക് ഇയാളെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഇയാൾക്ക് ഞാൻ സഹായം ചെയ്തത് എന്ന് ആ വ്യക്തിയുടെ മനസ്സ് സ്വയം ചിന്തിക്കാൻ തുടങ്ങും. ഇത് അപരിചിതരായ ആളുകളെ പോലും പെട്ടെന്ന് നിങ്ങളോട് അടുപ്പിക്കും. മൂന്നാമത്തെ തന്ത്രം മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുക എന്നതാണ്. സംസാരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, എന്നാൽ മറ്റുള്ളവർ പറയുന്നത് ഇടയ്ക്ക് തടസ്സപ്പെടുത്താതെ ക്ഷമയോടെ കേൾക്കാൻ തയ്യാറാകുന്നവരെ ആളുകൾ ഇഷ്ടപ്പെടും. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് തലയാട്ടുകയും പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് തിരിച്ച് അവരോട് ചോദിക്കുകയും ചെയ്യുമ്പോൾ ഇയാൾക്ക് എന്നെ വലിയ കാര്യമാണ് എന്ന തോന്നൽ മറ്റുള്ളവരുടെ മനസ്സിൽ ഉണ്ടാകും. നാലാമത്തെ തന്ത്രമാണ് മിററിംഗ് ടെക്നിക്. നമ്മൾ സംസാരിക്കുമ്പോൾ എതിരെയുള്ള ആളുകളുടെ ചെറിയ രീതികളും ശരീരഭാഷയും അവർ ഇരിക്കുന്ന രീതിയോ പുഞ്ചിരിയോ ഒക്കെ വളരെ സൂക്ഷ്മമായി അനുകരിക്കുന്നത് അവരുടെ ഉപബോധ മനസ്സിൽ പെട്ടെന്നൊരു സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കും. ഇയാൾ എന്നെപ്പോലെ തന്നെയാണ് എന്ന് അവരുടെ മനസ്സ് ചിന്തിക്കാൻ തുടങ്ങുന്നതോടെ നിങ്ങളോടുള്ള അടുപ്പം വർദ്ധിക്കും. ആളുകളുടെ മനസ്സ് കീഴടക്കുക എന്നത് വലിയ കാര്യമല്ല, അവരുടെ പെരുമാറ്റ രീതികൾ മനസ്സിലാക്കി സംസാരിച്ചാൽ മാത്രം മതിയാകും. ഈ കാര്യങ്ങളിൽ നിങ്ങൾ ഏതാണ് ആദ്യം പരീക്ഷിക്കാൻ പോകുന്നത്? കമന്റ് ചെയ്യുക. ഇത്തരം സൈക്കോളജിക്കൽ കാര്യങ്ങൾ കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.